ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ. UK-ലുള്ള ഒരു ദമ്പതികൾ ഇപ്പോൾ നാട്ടിൽ വന്ന് കേസും ബുക്കാറൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ പലരും അത് ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് പ്രേമിച്ച് കല്യാണം കഴിച്ച് ഭയങ്കര അതായത് അനശ്വര പ്രേമത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരേ നാട്ടുകാർ ഒരേ പള്ളിക്കാർ അങ്ങനെ അത്രയും ചെറുപ്പം തൊട്ടേ അറിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെന്താ പറയുക പ്രായം അറിയിച്ചപ്പോൾ തൊട്ട് തന്നെ പ്രണയം തുറന്നു പറഞ്ഞവർ എന്നൊക്കെയും പറഞ്ഞ പോലെ അങ്ങനെ പ്രേമിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കാര്യം കഴിഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ആ സ്വന്തം ഭാര്യയുടെ പ്രൈവറ്റ് രംഗങ്ങളും അതുപോലെ അവരുടെ കടപ്പുറ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയും എടുത്തിട്ട് വെബ്സൈറ്റിലും ടെലഗ്രാമിലേക്ക് ഇട്ട് വിറ്റു. ആ സംഭവം അറിഞ്ഞു. അപ്പോൾ നാട്ടിൽ വന്ന് അതിൻ്റെ കേസും ബുക്കാറും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊച്ചുങ്ങളായിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാനും ഉൾപ്പെടെ ചെറിയ പ്രായത്തിൽ നമ്മളിങ്ങനെ എന്താ പറയുക സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പറയും എൻ്റെ അമ്മയാന്ന് പറയുമ്പോൾ അല്ലല്ല എൻ്റെ അമ്മയാന്ന് പറയും കുട്ടികൾ അല്ലേ, അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പനാന്ന് പറയും അല്ല എൻ്റെ അപ്പൂപ്പനാന്ന് പറയും. കുട്ടികൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. അങ്ങനെ എൻ്റെ എന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആ അമ്മേനെ വീണ്ടും ഇതേമാതിരി മകൻ നൈസായിട്ട് അമ്മ അറിയാതെ അമ്മയുടെയും പെങ്ങളുടെയും ഒരു ഐറ്റംസ് എടുത്തിട്ട് ടെലഗ്രാമിൽ വിൽക്കണ അവസ്ഥ എങ്ങനെ ഉണ്ടാവും? അതൊക്കെയും പോട്ടെ, സ്വന്തം അമ്മാവനാന്നും പറഞ്ഞ് കൊണ്ടുവന്ന അമ്മാവനെ കൊട്ടേഷൻ കൊടുത്ത് കൊന്നാനുള്ള അവസ്ഥ എങ്ങനെ ഉണ്ടാവും? അതെന്തിനു വേണ്ടിയിട്ട്? ബൈക്ക് എടുക്കാനും ഐഫോൺ എടുക്കാനും വേണ്ടിയിട്ട്. എവിടേക്കാണ് നമ്മുടെ മനസാക്ഷി കൊണ്ടുപോകണമെന്നുള്ള വലിയൊരു വിഷയം ഇവിടെ. അപ്പം നമ്മൾ ആ ന്യൂസ് ഞാൻ കണ്ടപ്പോൾ പല ആൾക്കാരും ആ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരുപാട് ചർച്ചകൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ കുഴപ്പം, കഞ്ചാവാണ് പ്രശ്നം, സോഷ്യൽ മീഡിയയാണ് കുഴപ്പം. സോഷ്യൽ മീഡിയ അല്ല കുഴപ്പം. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിലെ കുറ്റം പറയേണ്ടത്, ഇതിനകത്ത് കുറ്റം പറയണത് സൊസൈറ്റീനെയാണ്. അത് സമൂഹം, ഞാനുൾപ്പെടെയുള്ള സമൂഹം. നമ്മൾ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തന്നെ തിരിച്ചു കിട്ടുള്ളൂ. ഞാൻ ഈ ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് UK-ൽ നടന്ന ഇൻസിഡൻറ്റിനെ പറ്റിയിട്ടൊരു എനിക്ക് തോന്നുന്നു ഒരു 3 മാസം മുമ്പ് 4 മാസം മുമ്പ് ഫെബ്രുവരിയിലാണത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അന്ന് കുറേ ആൾക്കാർ എന്നെ എന്താ പറയുക ഒരുമാതിരി ആക്കി പറഞ്ഞു, കുറേ തെറി വിളിച്ചു. നമ്മളെ മൈൻഡ് ചെയ്തില്ല. പക്ഷേ ആ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സർവേശ്വരൻ ഒരിക്കലും വലിയ അത്രയും മോശപ്പെട്ട കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഇടവരുത്താതിരിക്കട്ടെ എന്ന്. പക്ഷേ സർവേശ്വരൻ കനിഞ്ഞില്ല. നമ്മൾ ന്യൂസ് കേട്ടു. നമ്മൾ പലരും പറയും ഇത് സോഷ്യൽ മീഡിയയുടെ പ്രശ്നമാണ്, കഞ്ചാവാണ് എന്ന് പറയും. ഇതൊന്നുമല്ല, ഇതിൻ്റെ പ്രശ്നം നമ്മൾ തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വണ്ടിയും കൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. എൻ്റെ കൊച്ച് കഴിഞ്ഞ ട്രിപ്പിന് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, ആദ്യക്കൂട്ടൻ രണ്ടാമത്തെ വന്നിട്ട് പറഞ്ഞു അപ്പോൾ ഈ ജോലിന്ന് അവസാനിപ്പിച്ചേ, വീട്ടിൽ ഇല്ല അപ്പ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ വേറെ ജോലിക്ക് കയറുമെന്ന് പറഞ്ഞു. ഞാനോട് പറഞ്ഞു എടാ കുട്ട കാശ് വേണ്ടേ, കാര്യങ്ങൾ നടക്കാൻ കാശ് വേണം എന്ന് പറയും. നിങ്ങളിൽ പലരും ഇതേപോലെ തന്നെ സ്വന്തം മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും കാശ് വേണം, ഞങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് അല്ലേ. അവർക്ക് വേണ്ടി കഷ്ടപ്പെടാനായിട്ട് അവരാഗ്രഹിക്കുന്നില്ല ആക്ച്വലി. ഇപ്പം ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനത്തെ തല വെച്ച് കഴിഞ്ഞല്ല, ലയബിലിറ്റി എല്ലാ ബാധ്യതയും തല വെച്ച് കഴിഞ്ഞു, ഇത് ചുമന്നോട് നടക്കാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. ഞാനീ പറയണ കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ കാശ് വേണം എന്തിനും എന്ന് പറയില്ലേ, അങ്ങനെ പറഞ്ഞ് കുട്ടികൾക്ക് ഏത് മാർഗേനും കാശുണ്ടാക്കുക എന്നുള്ളൊരു ലെവലിലേക്ക് അവരുടെ ബ്രെയിനിന് ഒരു ഫീഡിങ് കൊടുത്തത് ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹമാണ്. അതായത് മര്യാദയ്ക്ക് ഡെയിലി വേജസ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു മലയാളി, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാൾ, അപ്പുറത്തെ മട്ടുപ്പാവിലിരിക്കുന്ന ഒരാളുടെ സൗകര്യങ്ങൾ കണ്ട് എന്ന് കൊതിക്കാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയ അവൻ്റെ മനസ്സമാനം പോയി കിട്ടി. ഇതിലത്തെ ഫസ്റ്റ് ഇൻസിഡൻറ്റ് നമുക്ക് നോക്കാം. ഭാര്യയുടെ കടപ്പുറ രംഗം നൈസായിട്ട് ഭർത്താവ് ചിത്രീകരിച്ചു. കാശിന് വേണ്ടിയിട്ട് ആളത് നൈസായിട്ട് അത് വെബ്സൈറ്റിൽ ഇട്ടു. തമാശയ്ക്ക് ചെയ്തതല്ല, കാശിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ചർച്ചയിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരു യൂട്യൂബർ പറയാണ് ഞങ്ങൾ കുറേ സാധനങ്ങൾ കണ്ടെത്തി, അതിനകത്ത് ടീനേജ് കുട്ടികളാണ്. അതായത് സാധാരണ ലെവലിൽ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം സ്വന്തം ചോരയാണ് വളർന്നു വരണേ. അപ്പോൾ ഒരു ഭർത്താവിനെക്കാട്ടും വളരെ കാര്യത്തിൽ എന്താ പറയുക കൂട്ടിപ്പിടിക്കാൻ പറ്റുന്ന അത്രയും കരുതലാവേണ്ട ഒരാളാണ് സ്വന്തം അമ്മയുടെയും. അതുപോലെ തന്നെ എവിടേക്കെങ്കിലും പുറത്തു പോകുമ്പോൾ മോനെ ഉണ്ണീനെ നോക്കിയോളോട്ടാണെന്നും പറഞ്ഞിട്ട് ഏൽപ്പിക്കുന്ന ആ അനിയത്തിയുടെയും സഹോദരിയുടെയും ഈ വക സാധനങ്ങൾ എടുത്തിട്ട് ടെലഗ്രാമിൽ വിൽക്കണേ. എന്തിനു വേണ്ടിയിട്ടാണ്? കാശിന് വേണ്ടിയിട്ട്. അടുത്തൊരു കാര്യം പറയാം, നമ്മളൊക്കെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല നല്ല ടീച്ചർമാരുണ്ടാവും. ആ ടീച്ചർമാരൊക്കെ നമ്മൾ അമ്മയ്ക്ക് സമയമായിട്ട് കാണാം. നല്ല ടീച്ചർമാർക്ക് ടീച്ചറമ്മ എന്ന് വിളിക്കുക. അങ്ങനത്തെ ചെയ്യേണ്ട ടീച്ചേഴ്സാണ് ഒരു 22 വയസ്സുകാരൻ്റെ അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുക്കി കൊടുത്തത്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം? കഞ്ചാവ് വിറ്റിട്ട്. അവിടെയും കാശ്. നാലാമത്തെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഈ 13 വയസ്സുകാരത്തി ഈ പറഞ്ഞ കൊട്ടേഷൻ കൊടുത്തു.
കൊട്ടേഷൻ കൊടുത്തു, കാമുകം വരുന്നു, അവൻ ആഹാരം ഇളക്കുന്നു, പുള്ളിനെ വെട്ടിക്കൊന്ന നൈസായിട്ട് ആ സ്വർണ്ണ ചെയിൻ എടുത്തിട്ട് ആളും പോയി. എന്തിനു വേണ്ടിയിട്ടാ? കാശിന് വേണ്ടിയിട്ട്. കാശാണ് ഇതിൻ്റെ കാര്യം. ഈ ഇൻപുട്ട് കൊടുത്തത് നമ്മളല്ലേ. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഇരുന്നിട്ട് നമ്മുടെ മക്കളിലേക്ക് വരേണ്ട ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുംബസമേതം ഇരുന്ന് നമ്മൾ സംസാരിച്ച് സന്തോഷിക്കുന്നതായിരിക്കണം ലഹരി. ആ ലഹരി ഒരിക്കലും വിട്ടുമാറാതിരുന്നു കഴിഞ്ഞാൽ അടുത്തൊരു ലഹരിയായ സോഷ്യൽ മീഡിയയിലേക്കും അതുപോലെ കഞ്ചാവിനൊന്നും അവിടെ സ്ഥാനമില്ല. അപ്പം അത് മനസ്സിലാക്കാണ്ട് വെറുതെ കിടന്നിട്ട് നമ്മൾ പറയരുത്. ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ വന്ന്, അപ്പോൾ നാട്ടിലാണെങ്കിലും അതെ, നമ്മൾ 2 പേര് ജോലി ചെയ്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് പറയും. ഈ കാര്യങ്ങൾ എന്നുള്ളത് അവനവൻ തീരുമാനിക്കണതാ. അവനവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യങ്ങൾ എൻ്റെ ഫാമിലിക്ക് വേണം എന്ന് അങ്ങോട്ട് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. കാരണം നമ്മൾ ഈ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പോണ സമയത്ത് നമ്മൾ ആലോചിക്കുക, നമ്മളായിട്ട് ജന്മം കൊടുത്ത കുറച്ച് കുട്ടികളുണ്ട്. അവർക്ക് നമ്മൾ എന്താ പറയുക, നമ്മളെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ അവൈലബിൾ ആവുക എന്നുള്ളത് മുന്നേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞുള്ള കാര്യമാണ്. കാരണം ഇത് ഒരു എന്താ പറയുക, ക്യാൻസറായിട്ട് നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ആബ്സെൻസ് ആണ്, നമ്മുടെ പ്രസൻസ് ഇല്ലായ്മയാണ് ബാക്കി ആൾക്കാർക്ക് അവിടെ കയറാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കണത്. ഇപ്പോൾ നമ്മുടെ 90കളിലൊന്നും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. സംഭവം എന്ന് പറയുമ്പോൾ പറയും ജനറേഷൻ ഗ്യാപ്പാണ്, അല്ലെങ്കിൽ കാലഘട്ടം പുരോഗമിച്ചില്ല എന്ന് പറയും. പക്ഷേ എൻ്റെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ സത്യാവസ്ഥത്രേ ഉള്ളൂ. ഒരാൾ പേരൻസിൽ ഒരാൾ എപ്പോഴും വീട്ടിലുണ്ടാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ അവരെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനകത്ത് ഒരുപാട് മെച്ചങ്ങളുണ്ടാവും. പണ്ടത്തെ കാലത്തേക്കും ഡിഗ്രി അല്ല PG അല്ല എന്ത് കഴിഞ്ഞാലും അമ്മ എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാവും. അപ്പൻ നയിച്ചു കൊണ്ടുവരുന്നു, അമ്മ അത് വളരെ വൃത്തിക്കും നല്ല അന്തസ്സായിട്ടും ആ സാധനങ്ങൾ എന്താ പറയുക വ്യയം ചെയ്ത് അത് ആ കുടുംബത്തിലുള്ള കുട്ടികളുമായിട്ട് അവരങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയിലേക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചെങ്കിൽ PG കഴിഞ്ഞു, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു, ഇത്രയും കഴിവുണ്ട്, ഞാനിതിന് വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് വെറുതെ കുട്ടികളെ നോക്കണം എന്നാണ്. ആ ചെയ്യുന്ന ജോലിയുടെ മഹത്വം, നമ്മളൊരു 2-3 കുട്ടികളെ വളർത്തുന്നുണ്ടെങ്കിൽ 2 കുടുംബങ്ങളിലേക്കുള്ള മെയിൻ പില്ലേഴ്സിനെ നമ്മൾ വാർത്തെടുക്കുക ചെയ്യണത്. ആ പേഴ്സണാലിറ്റി നമ്മൾ വളർത്തിയെടുക്കുക ചെയ്യണേ. അത് മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ അത് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ കൊണ്ടുവന്ന്, ഇവിടേക്കാണെങ്കിൽ പ്രത്യേകിച്ച് പേരൻസിനെ കൊണ്ടുവന്ന് കുട്ടികളെ നോക്കിക്കും. ഇപ്പം സംഭവം എന്താണ്, കുട്ടികൾ ഇംഗ്ലീഷും പറയും, പേരൻസ് മലയാളം പറയും, രണ്ടും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ചോറും കൂട്ടാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വീട്ടിലൊരു എന്താ പറയുക, ഒരു കാവൽക്കാരൻ അല്ലെങ്കിൽ കാവൽക്കാരി അങ്ങനെ നിർത്തും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചെങ്കിൽ ഈ പറഞ്ഞ മൂന്നാമത്തെ ആൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഒരു കുട്ടി ജനിച്ചു വരുന്ന സമയത്ത് എനിക്ക് പേപ്പ പെഗ് കളിക്കണം, അല്ലെങ്കിൽ എനിക്ക് റോബ്ലോക്സ് തായോ എന്ന് പറഞ്ഞിട്ടല്ല അവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരണത്. അത് പാലിന് വേണ്ടി കിടന്ന് കരയും. അത് കഴിഞ്ഞ് പാല് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അമ്മ അപ്പ എന്നൊക്കെയാണ് വിളിക്കണേ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളാണ് നൈസായിട്ട് ഇവരെ കൊണ്ടുപോയി ഡേ കെയറിലും അത് അല്ലെങ്കിൽ വേറെ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ ആക്കണത്. അന്ന് തൊട്ട് ഇവരുടെ ഭാഷകളൊക്കെ മാറി തുടങ്ങുകയാണ് അല്ലേ. അപ്പം നമ്മളല്ല ഉത്തരവാദി ഇതിനകത്ത്. ഈ കുട്ടി ഒരിക്കലും മൊബൈൽ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാലും, മൊബൈൽ നോക്കിയാലേ അവൻ ഭക്ഷണം കഴിക്കൂ, മൊബൈൽ കൊടുത്താൽ വെറുതെ ഇരിക്കും. ഇതൊക്കെ നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ചെയ്തുള്ള എൻ്റെ മക്കളും മൊബൈൽ കളിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. സമൂഹത്തിൻ്റെ ഒരു പോക്കുണ്ട്. ഈ പോക്കിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ 4 ഇൻസിഡൻറ്റിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ച കാര്യം ആ പെൺകുച്ചിൻ്റെ കാര്യമാണ്. അതായത് സാധാരണ നിലയ്ക്ക് ഒരു പെൺകുട്ടി വളർന്ന് വലുതായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരു പ്രായമായി കഴിയുമ്പോൾ നോർമലി അങ്ങനെയല്ല, പെൺപിള്ളേർക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ ആണുങ്ങളുടെ ഒരു നോട്ടം അല്ലെങ്കിൽ നമ്മുടെ കൈ വെക്കണത് ഇതൊക്കെയും അവർക്കൊരു 6th സെൻസ് ഉണ്ട്. അവർക്ക് മനസ്സിലാവും ഇവൻ്റെ നോട്ടം ശരിയല്ലല്ലോ, അല്ലെങ്കിൽ അയാളുടെ കൈ ചിലപ്പോൾ ഷോൾഡറിൽ പിടിക്കുന്നതാവും, ആ പിടുത്ത ഒരു സുഖമില്ലല്ലോ, അത് അവർക്ക് 6th സെൻസിൽ കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ ഫസ്റ്റ് അവർക്ക് അടുപ്പം കൂടുതലുള്ള അവരുടെ അമ്മയോടാണ് ചെന്ന് പറയണ്ടേ. നോർമലി അങ്ങനെയാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ അപ്പോൾ ആ വീട്ടിലാണെങ്കിൽ അമ്മൂമ്മ ഉണ്ടായിരുന്നു, ഇപ്പോൾ അമ്മ അവൈലബിൾ അല്ല, അവിടെ ഉണ്ടായിരുന്നു, ഗൾഫിലാണെന്ന് പറഞ്ഞ അമ്മ. അപ്പോൾ ആ അമ്മയോടും പോലും പറയാതെ ഇത് 16 വയസ്സുള്ള ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഇതാക്കി. അപ്പോൾ അപ്പം ബാഡ് ടച്ച് ചെയ്തു എന്നാണ് അവർ പറയണത്. ആ ഒരു സംഭവം അത് ഉള്ളതാണെങ്കിൽ നമുക്കിപ്പോൾ കാലഘട്ടം പൊട്ടയാണ്, അതിൻ്റെ പേരിൽ അതില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ സ്വന്തം രക്തത്തിലുള്ള കുട്ടികളെ പഴപ്പിക്കുന്ന അപ്പന്മാരുള്ള നാടാണ്. അത് ഇവിടെയുണ്ട് അവിടെയുണ്ട് എല്ലായിടത്തും ഉണ്ട്. അപ്പം അങ്ങനത്തെ സൈക്കോപാത്തുകളുള്ള സ്ഥലത്ത് ചിലപ്പോൾ അപ്പൂപ്പൻ ചിലപ്പോൾ കയറി തോണ്ടി അല്ലെങ്കിൽ നോണ്ടി എന്നൊക്കെയും പറയുമ്പോൾ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ പരാതി പോകേണ്ടത് എവിടേക്കായിരുന്നു? അമ്മയുടെ അടുത്തേക്കാണ് പോകേണ്ടിയിരുന്നത്. അത് അമ്മയോട് പറയാൻ പറ്റാത്ത രീതിയിൽ ആ ബന്ധം അത്രയും
എന്താ പറയുക ദൃഢമായിരുന്നില്ല, അല്ലെങ്കിൽ ഉറപ്പുള്ളതായിരുന്നില്ല. അതാണ് അവിടെ പറ്റി. ഇതേമാതിരി ഓരോ കേസ് എടുത്തു കഴിഞ്ഞാലും അത്രയും കൊല്ലം പ്രേമിച്ചു, നമ്മൾ അങ്ങനെ ജീവിച്ചു, ഇടയ്ക്ക് വെച്ചിട്ട് ആ നല്ല പ്രണയം എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി. എന്താ കാരണം? ഒരാൾ ഒരു ജോലിക്ക് പോകണു, അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അടുത്ത ആൾ മറ്റേ ജോലിക്ക് പോകണു. ഇവർ തമ്മിൽ ഇൻട്രാക്ഷൻ എന്നുള്ള സംഭവമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നടക്കാണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പറയും കണ്ണകന്ന മെയ്യകന്നു എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ കുറേ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കഷ്ടപ്പാടിക്ക് ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാ? പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, കുറേ കാശുണ്ടാവുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ പേരൻസ് അങ്ങനെ ജോലിക്ക് പോവാണ്, ഒരാൾ ജോലിക്ക് പോവുക, മറ്റാൾ ഫുൾ ടൈം വീട്ടിൽ കുടുംബത്തിൽ ഒരാളുണ്ടാവുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അപ്പം നല്ല രീതിയിൽ ഭാര്യ ജോലി ചെയ്താലാണ് നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവണമെന്ന് വെച്ചാൽ ഭാര്യ പോട്ടെ, ഭർത്താവ് ആ സമയത്ത് ഭാര്യയുടെ എല്ലാ റോളും ചെയ്യണം. അവിടെ അവൻ അപ്പനല്ല, അപ്പനും അമ്മയും ആവണം. അവൻ അങ്ങനെ ആവാൻ പറ്റണം. അതിനകത്ത് പ്രത്യേകിച്ച് അച്ചിക്കോന്തനെന്നോ അങ്ങനെയൊന്നും പണ്ട് കാലില്ല. ഇപ്പം എൻ്റെ കൂട്ടുകാരുണ്ട്, അവൻ ജർമ്മനിയിലാണ്. അവന് മോളുണ്ടായതിന് ശേഷം അവനെക്കാട്ടും നല്ല വിദ്യാഭ്യാസം അവൻ്റെ ഭാര്യയ്ക്ക് ഉണ്ട്. അതിൻ്റെ പേരിൽ ഭാര്യയാണ് ജോലിക്ക് പോണേ. ഇവൻ ആ കൊച്ചിനെ നോക്കി നല്ല രസമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പറ്റിയതെന്ന് വെച്ചെങ്കിൽ അവളുടെ വീട്ടുകാർ, അവൻ്റെ ചേട്ടൻ, അനിയൻ, ചേട്ടത്തി എല്ലാവരും വിളിച്ചിട്ട് നീ ഇങ്ങനെ അവളെ തലവിൽ നിൽക്കണം, മറ്റേതാണ് മറിച്ചതാണ്, ഏത് ഫംഗ്ഷന് പോയാലും എൻ്റെ അമ്മോട് ചോദിക്കാം, അവന് ജോലിയൊന്നും ആയില്ലല്ലേ. ഇത് കേട്ടിട്ട് മടുത്തിട്ട് അവനിപ്പോൾ അടുത്തൊരു കോഴ്സ് ചെയ്ത് അവൻ ജോലിക്ക് പോവാ. അപ്പം അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് മടുത്തളിയാ, ഞാൻ എത്ര നാളെന്ന് വെച്ചാൽ പിടിച്ചെന്ന് അറിയാം. പക്ഷെ അടുത്ത വർഷം തൊട്ട് മോള് സ്കൂളിൽ പോകും. ജർമ്മനിയിലുള്ള ആൾക്കാർക്ക് അറിയാം, കാലത്ത് പോവും, ഉച്ചയ്ക്ക് സ്കൂള് കഴിയും. അപ്പോൾ എന്തുണ്ടാവുക, ഈ കൊച്ചിനെ ആഫ്റ്റർ സ്കൂള്, ഡേ കെയർ അങ്ങനെ മാറ്റണം. ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഈ കുട്ടികളുടെ ലൈഫിലേക്ക് അടുത്ത ആൾക്കാർ വരികയാണ്. അതായത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ലഹരി ഉണ്ടല്ലോ, ആ ലഹരി കുടുംബം, എൻ്റെ എന്നുള്ള വകുപ്പിൽ നിന്ന് മാറിയിട്ട് ഈ സോഷ്യൽ മീഡിയയിലേക്കും കഞ്ചാവിലേക്കും പോകാനുള്ള വകുപ്പുകൾ നമ്മളായിട്ടാണ് ഇട്ട് കൊടുക്കണേ. അതുകൊണ്ട് ദയവ് ചെയ്ത് അന്യൻ്റെ ലൈഫിലേക്ക് വല്ലാണ്ട് എത്തി നോക്കിയിട്ട് അവർക്കൊരു പ്രഷർ കൊടുക്കാതിരിക്കുക. ആ പറ്റങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വെച്ചാൽ പോരെ. അത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞത് എൻ്റെ ഒരു ആംഗിളിൽ ഞാൻ ചിന്തിച്ച കാര്യം. കാരണം നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയനും കഞ്ചാവിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓരോ വീട്ടിൽ നിന്ന് തുടങ്ങണം അതിൻ്റെ ക്ലീനിങ് എന്ന് പറയില്ലേ. ഞാനത് ചെയ്യില്ല തീരുമാനിച്ചു കഴിഞ്ഞാൽ അവസാനിച്ചു. മാർക്കറ്റിൽ പല സാധനവും കിട്ടും, അത് വേണോ വേണ്ടേ, ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മളെ തീരുമാനിക്കണേ. അപ്പം ആ നമ്മൾ തീരുമാനിക്കാനായിട്ടുള്ള ആ ഒരു ബോധം അത് കുട്ടികൾക്ക് ചെറുപ്പത്തിലേക്ക് കൊടുക്കുക. ഒരു കല്ലെടുക്കേണ്ട പ്രായമാകുമ്പോൾ കല്ലിടിപ്പിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ ഇരുന്ന് കേൾക്കുക. കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ പറയാണ്ടെന്നേ, ഒരു നല്ല ലിസണർ ആവുക, ഇരുന്ന് കേൾക്കുക. പകുതി നമുക്ക് മനസ്സിലാവില്ല, എന്നാലും അങ്ങോട്ട് ഇരുന്ന് കേൾക്കുക. എന്ത് സുഖമാണെന്നറിയാം. ഞാൻ അങ്ങനെ ചെയ്യണ ഒരാളാ. അപ്പോൾ ശരി കേട്ടെന്നാ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ശരി.